അപ്പോൾ വേറെ ചിലർ മാർക്സിസ്റ്റുകാരും RSSകാരും തമ്മിൽ കേരളത്തിൽ സഖ്യമാണ്. അത് പറയുന്നോണ്ട് തൊലി യഥാർത്ഥ തൊലിയാണോ അതോ കണ്ടാമൃഗത്തിൻ്റെ തൊലിയാണോ അതോ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ തൊലിയാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി പറഞ്ഞവനെ കണ്ട നിങ്ങൾ നോക്കിയേക്കണേ, കയ്യുമ്മിൽ നിന്ന് പിടിച്ചു നോക്കിയേക്കണം യഥാർത്ഥ തൊലിയാണോ എന്ന് നോക്കൂ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 280-ലേറെ സഖാക്കൾ ജീവനണ്ട് കൊടുത്തിട്ടില്ല. ഇവിടെ 252 സഖാക്കൾ ജീവൻ കൊടുത്തല്ലേ RSSനെ കേരളത്തിന് പ്രതിരോധിച്ചത്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ RSS ഉയർത്തുന്ന തെറ്റായ രാഷ്ട്രീയ നിലപാടുകളെ, അതിൻ്റെ പ്രതിലോമതയെ, അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അപകടകരമായ പ്രത്യാഘാതങ്ങളെ ജനങ്ങളുമായി പങ്കുവെച്ച് അതിനെ നേരിടാൻ സമൂഹത്തെ തയ്യാറാക്കുന്ന രാഷ്ട്രീയ പ്രക്രിയയിൽ നിന്ന് ഈ CPIM എപ്പോഴെങ്കിലും ഒരു കഴഞ്ച് മാറി നിന്ന ഒരു സന്ദർഭം ചരിത്രത്തിൽ നിന്നും രേഖപ്പെടുത്താനാവുമോ? ഏതെങ്കിലും ഒരു സന്ദർഭം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി RSSുമായി ഏതെങ്കിലും തരത്തിലുള്ള സന്ധിയോ നീക്കുപോക്കോ ഉണ്ടാക്കിയത് ചരിത്രത്തിൽ നിന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എല്ലായ്പ്പോഴും ഞങ്ങളതിനെ നേരിട്ട് പോയിട്ടുണ്ട്. ഒരു സംശയം ആർക്കും വേണ്ട. RSS പ്രതിനിധാനം ചെയ്യുന്നത് തെറ്റായ ഒരാശയവും പ്രത്യയശാസ്ത്രവുമാണ്. ആ പ്രത്യയശാസ്ത്രത്തെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കുന്നില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അതിനെ ഞങ്ങൾ എതിർത്തുകൊണ്ടിരിക്കും. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളൂ എങ്കിൽ ആ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ശരിയായ രാഷ്ട്രീയ നിലപാടിന് വേണ്ടി തന്നെയാണ് നിലയുറപ്പിക്കുക. ആ നിലപാടിലാണ് ഞങ്ങൾ നിൽക്കുക. ലാഭക്കച്ചവടം രാഷ്ട്രീയത്തിൽ നടത്താനല്ല ഈ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പാവങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിത പ്രയാസങ്ങൾ ലഘൂകരിക്കാനും പരിഹരിക്കാനും വേണ്ടിയാണ്. ആ കാഴ്ചപ്പാടില്ല കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് കളവടിച്ച് വീശിയല്ലേ. അൻവർ ഏറ്റവും ചെറുതായത് എപ്പോഴാണെന്ന് അറിയുങ്ങൾ? അൻവർ ഏറ്റവും ചെറുതായത് ഇവിടെ ഇരിക്കുന്ന സഖാവ് EN മോഹൻദാസിനെ RSSകാരനാണെന്ന് പറഞ്ഞപ്പോഴാണ് ഏറ്റവും ചെറുതായിപ്പോയി. ഒരാൾ എങ്ങനെ ഇങ്ങനെ മോശമാകും?